നമസ്കാരം. കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ ദിശയും വികസന കാഴ്ചപ്പാടും വ്യക്തമാക്കിക്കൊണ്ട് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്ത്രീ ശാക്തീകരണം, യുവജന സംരംഭകത്വം, കാർഷിക വികസനം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം തുടങ്ങി വിവിധ മേഖലകളിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മുന്നോട്ടുവച്ചത്. സാമ്പത്തിക വെല്ലുവിളികളെ തുറന്നു പറഞ്ഞ സർക്കാർ ധവളപത്രം പുറത്തിറങ്ങുന്നതിൽ നിന്ന് സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്രയും വിദ്യാർത്ഥിനികൾക്കുള്ള ധനസഹായവും വരെ ഉൾപ്പെടുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകിയ നയപ്രഖ്യാപനം സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ലെന്ന് വിലയിരുത്തലാണ് ഉയരുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസ ധനസഹായം, സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി, വനിതാ സംരക്ഷണ കർഷക കൺസോഷ്യം തുടങ്ങി സ്ത്രീകളെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളാണ് 16ാം നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചത്. സംസ്ഥാനത്തിന്റെ ഭാവി വികസന രേഖയായി വിലയിരുത്തപ്പെടുന്ന ഈ നയപ്രഖ്യാപനം സ്ത്രീ സൗഹൃദ കേരളം എന്ന ആശയം സർക്കാർ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാനുള്ള ശ്രമമാണോ ഈ പ്രഖ്യാപനങ്ങൾ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായിരിക്കുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകൽ, കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റൽ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. കൃഷി ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കാൻ നടപടിയുണ്ടാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കും. സുഗന്ധദ്രവ്യ കയറ്റുമതി മെച്ചപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. യുവജനങ്ങൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. സംസ്ഥാനത്ത് വയോജന വകുപ്പ് നടപ്പിലാക്കും. മണ്ണ് സംരക്ഷണത്തിന് പ്രത്യേക പോളിസി, സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സ്കീം, കേരളത്തെ സിനിമ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം ആരംഭിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്, എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം. ലഹരി നെറ്റ്വർക്കുകളെ തകർക്കും. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കും. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നിങ്ങനെയും പ്രഖ്യാപനങ്ങളുണ്ടായി. മൊബൈൽ മാവേലി സ്റ്റോറുകൾ വിപുലീകരിക്കും. കേരളത്തിൽ ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങും. സംസ്ഥാനത്ത് ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്റർ ആരംഭിക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന അക്കാഡമിക് ടൂറിസം പദ്ധതി എന്നിവ ആരംഭിക്കുമെന്നും പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. സൗജന്യ KSRTC യാത്രയ്ക്ക് പുറമെ സ്ത്രീകളെ ചേർത്തു നിർത്തുന്ന സർക്കാർ നയങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം പ്രതിഫലിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സർക്കാർ പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിസഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. വനിതകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ വേതനം നടപ്പിലാക്കാൻ പദ്ധതി എന്നിങ്ങനെ സർക്കാർ വ്യക്തമാക്കി. കൂടാതെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതു വിശ്രമ മുറികൾ ഒരുക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോഷ്യം ആരംഭിക്കുമെന്നും പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചായിരുന്നു പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്, പൊതുജൻ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന നെഹ്റുവിന്റെ വാക്കുകളിൽ തുടങ്ങി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന വാക്കുകളുടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ
കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്താൻ ധവളപത്രം പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും പരിഗണനയും ലഭിക്കുമെന്ന പ്രതീക്ഷയും സർക്കാർ പങ്കുവയ്ക്കുന്നു. പ്രചാരണ സമയത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും KSRTC സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടില്ല. സംസ്ഥാനത്തുടനീളമുള്ള KSRTC ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കുമെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഇറാനും അമേരിക്കയും സമാധാന കരാറിൽ ധാരണയിലെത്തിയെന്ന് മാധ്യമ റിപ്പോർട്ട്. നിലവിൽ വെടിനിർത്തൽ 60 ദിവസം നീട്ടുന്നതിനും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമാണ് ധാരണയായത്. ഇറാൻ കരാറിനെ തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്നുവെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളും ഒരു പുതിയ കരാറിലേക്ക് വളരെ അടുത്തെത്തിയിരിക്കുകയാണെന്നും എന്നാൽ ഔദ്യോഗികമായി അതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ടെഹ്റാന്റെ ആണവ പദ്ധതികളെ ഗണ്യമായി പിന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ US ഉള്ളതെന്നും JD വാൻസ് കൂട്ടിച്ചേർത്തു. കരാറിലെ ചില ഭാഷാപരമായ പ്രയോഗങ്ങളിലും പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലും ഇരുപക്ഷത്തെയും പ്രതിനിധികൾ ഇപ്പോഴും ചർച്ചകൾ നടത്തിവരികയാണെന്ന് JD വാൻസ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. 2 മാസത്തെ സമാധാന കരാറിന് ഏകദേശ ധാരണ രൂപപ്പെട്ടെന്ന US മാധ്യമ വാർത്തകൾ തള്ളി ഇറാനും രംഗത്തെത്തിയിരിക്കുന്നു. ഹോർമൂസ് ഉടൻ തുറക്കണമെന്ന US ആവശ്യവും ഇറാൻ തള്ളി. അമേരിക്കയുമായി ആശയവിനിമയം തുടരുന്നതായും അന്തിമ ധാരണ രൂപപ്പെട്ടാൽ അക്കാര്യം ലോകത്തെ അറിയിക്കുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് തസ്നീം ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട 8 സ്ഥാപനങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. മേഖലയെ രക്ഷിക്കാൻ നയതന്ത്ര പ്രശ്ന പരിഹാരം ശക്തമാക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഖത്തർ അമീർ ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് പൂർണ്ണമായും ഗുണകരമാകുന്ന ഒരു നല്ല കരാർ മാത്രമായിരിക്കും ഇറാനുമായി ഒപ്പുവെക്കുകയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. US-ന് ദോഷകരമാകുന്ന ഒരു കരാറിനും താൻ മുതിരില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഗുണകരമല്ലാത്ത ഒരു കരാറും അംഗീകരിക്കില്ല എന്നതാണ് നമ്മുടെ ലക്ഷ്യം. താൻ ചർച്ചകൾ നടത്തുകയാണ്, അവരും ചർച്ചകൾ നടത്തുന്നു, അവർ മികച്ച ചർച്ചക്കാരാണ് എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം നിലവിലെ വെടിനിർത്തൽ നീട്ടുന്നതിനും കൂടുതൽ വിപുലമായ ആണവ ചർച്ചകൾക്ക് തുടക്കമിടുന്നതിനുമായി US-ഉം ഇറാനും ചേർന്ന് 60 ദിവസത്തെ താൽക്കാലിക ധാരണാപത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിന് പ്രസിഡന്റ് ട്രംപിന്റെ അന്തിമ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന് സമീപം US ഇറാൻ സൈനികർ തമ്മിൽ ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ നയതന്ത്രപരമായ മുന്നേറ്റവും സൈനിക ജാഗ്രതയും ഒരുപോലെ നിലനിർത്താനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാന്റെ ബുഷേർ പ്രവിശ്യയിൽ വെച്ച് അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് US വിമാനം തകർത്തതായി ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ബുഷേർ പ്രവിശ്യയിലെ ജാം മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ശത്രു വിമാനം തടയുകയും അത് വെടിവെച്ചിടുകയും ചെയ്തതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായി ജാം കൌണ്ടി ഗവർണർ മസൂദ് തങ്കേസ്താനി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. വിമാനം വെടിവെച്ചിട്ടതോടെ നഗരത്തിലെ സാഹചര്യം സാധാരണ നിലയിലായതായും അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് മേഖലയിൽ US-ഉം ഇറാനും തമ്മിൽ ശക്തമായ പിരിമുറുക്കം നിലനിൽക്കുന്നതിനാലാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ US സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. മേഖലയിൽ അമേരിക്കൻ വിമാനങ്ങൾ ഒന്നും തന്നെ തകർക്കപ്പെട്ടിട്ടില്ലെന്നും തങ്ങളുടെ എല്ലാ വ്യോമാസ്തികളും സുരക്ഷിതമാണെന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് സെൻട്രൽ കമാൻഡ് X-ലൂടെ വ്യക്തമാക്കി. വർഷങ്ങൾ പഴക്കമുള്ള പ്ലാസ്റ്റിക് കറൻസി പദ്ധതി പൊടി തട്ടിയെടുത്ത് റിസർവ് ബാങ്ക്. നോട്ടുകൾക്ക് കൂടുതൽ ആയുസ് ലഭിക്കുമെന്നതിനാലാണ് പോളിമർ കറൻസിയിലേക്കുള്ള മാറ്റം ആലോചിക്കുന്നത്. കൂടുതൽ കറൻസി ആവശ്യമായി വന്നതും കാരണമാണ്. അതോടൊപ്പം അച്ചടി ചെലവ് കുറയ്ക്കുകയെന്ന ലക്ഷ്യവുമുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വളർച്ചയ്ക്കിടയിലും വിനിമയത്തിലുള്ള കറൻസിയുടെ തോത് സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ATM-കൾ നോട്ടുകൾ തിരിച്ചറിയുന്നതിനും വിതരണം ചെയ്യുന്നതിനും സജ്ജമാണെന്ന് RBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മാസപ്പടി കേസിൽ അന്വേഷണം തുടരാനാവശ്യമായ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് ഇടപാടിൽ ലഭിച്ച തെളിവുകളുടെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡയറക്ടറേറ്റിനെ അറിയിച്ചുവെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും ഉടൻ നോട്ടീസ് നൽകും. വീണയുടെ ഫോൺ പരിശോധനാ ഫലം നിർണായകമാകും.
ഡയറിയിലുള്ള മറ്റു പേരുകൾ കേന്ദ്രീകരിച്ചും ഇ ഡി തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വീട്ടിലടക്കം 12ഓളം കേന്ദ്രങ്ങളിലാണ് ഇ ഡി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. നിർണായകമായ പല രേഖകളും ഈ പരിശോധനയിൽ ലഭിച്ചെന്നാണ് ഇ ഡി ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. CMRന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ അടക്കം 5 ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ തന്നെ എടുത്തിരുന്നു. പണം നൽകിയ ആളുകളുടെ പട്ടികയടക്കം മൊഴിയായി നൽകിയത് ഈ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. അതിനെ സാധൂകരിക്കുന്ന രേഖകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലൂടെ ശേഖരിക്കാനായി എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.